ഇറാനെതിരെ ശക്തമായ സാമ്പത്തിക നടപടികൾ തുടർന്ന് യു.എസ്. ചരക്ക് കപ്പലുകൾക്കും അനുബന്ധ സംവിധാനങ്ങൾക്കും നേരെ ആക്രമണം തുടർന്നാൽ തടഞ്ഞുവച്ച ഇറാൻ ആസ്തികളിൽ നിന്നും തുക ഈടാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. 13-ാം ദിവസവും ശക്തമായ ആക്രമണമാണ് ഇറാനിൽ യു.എസ്. നടത്തിയത്. ഇറാൻ തുറമുഖങ്ങളിൽ തുടരുന്ന ഉപരോധവും ശക്തമാക്കി. ഇറാന്റെ വിവിധ തുറമുഖങ്ങളിലേക്ക് എത്തിയ 12 കപ്പലുകൾ തിരിച്ചയച്ചതായി യു.എസ്. സെൻട്രൽ കമാൻഡ് അറിയിച്ചു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഇപ്പോൾ ഇറാനെതിരെയുള്ള ശക്തമായ സാമ്പത്തിക നടപടികൾ തുടർന്നിരിക്കുകയല്ലേ യു.എസ്. എന്താണ് മറ്റു വിവരങ്ങൾ? അക്ഷയ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അതിശക്തമായ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണ്. 13 ദിവസമായി തുടർച്ചയായി ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിനിടയിലാണ് നേരത്തെ നമുക്കറിയാവുന്നതാണ് ഏറ്റവും നിർണായകമായ ചില ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആക്രമണങ്ങൾ ഉണ്ടായത് ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളാണ്. ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ തകർന്ന കപ്പലുകളുടെ തുക അല്ലെങ്കിൽ അതിന്റെ നഷ്ടപരിഹാരം തടഞ്ഞുവെച്ച ഇറാൻ ഫണ്ടിൽ നിന്ന്, അതായത് ഇറാൻ ആസ്തികൾ, ഇറാന്റെ വിദേശ നാണയം പല രാജ്യങ്ങളിലായി കെട്ടിക്കിടക്കുന്നതിൽ നിന്നും ഈടാക്കുമെന്നൊരു നിലപാട്, യു.എസിലെ ഇറാന്റെ ഫണ്ടിൽ നിന്നും അത് ഈടാക്കുമെന്നൊരു നിലപാടാണ് ട്രംപ് സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതായത് അത് വലിയ തുകയല്ല എങ്കിൽ കൂടി അത് ഒരു അത്തരത്തിൽ ഈടാക്കുന്നത് ഒരു ലക്ഷ്യമാണ് എന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ ആക്രമണം തുടരും എന്ന നിലപാട് തന്നെയാണ് യു.എസ്. സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു നിർണായക വെളിപ്പെടുത്തൽ കൂടി സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇറാനെ സാമ്പത്തികമായി തകർക്കുന്നതിന്റെ അല്ലെങ്കിൽ ദുർബലമാക്കുന്നതിന്റെ ഭാഗമായി ഇറാൻ പോർട്ടുകൾ, ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള നിർണായകമായ പോർട്ടുകളെല്ലാം തന്നെ ഹോർമൂസിൽ ഉപരോധിക്കുന്ന അല്ലെങ്കിൽ അതുവഴി കടന്നു പോകുന്ന കപ്പലുകളെ തീരത്തെത്താൻ അനുവദിക്കാതെയും അതുപോലെ തന്നെ ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് വരുന്ന കപ്പലുകളെ പുറത്തു കടക്കാൻ അനുവദിക്കാതെയും ഇരിക്കുന്ന ഒരു ബ്ലോക്കേഡ് അല്ലെങ്കിൽ ഉപരോധം അമേരിക്ക നടപ്പാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 9 ദിവസമായിരിക്കുന്നു. ഈ 9-ാം ദിവസവും അതിശക്തമായ ഉപരോധം തുടരുകയും 12ഓളം കപ്പലുകൾ തിരിച്ചയച്ചതായും യു.എസ്. സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നുണ്ട്. ഒരു കപ്പലിനെ യു.എസ്. സെൻട്രൽ കമാൻഡിന്റെ ആക്രമണത്തിൽ ഗുരുതരമായ കേടുപറ്റി സഞ്ചാരയോഗ്യമല്ലാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ കടുപ്പിക്കുന്ന ഒരു നിലപാടും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെയും കർശനമായ ചില നിലപാടുകൾ ട്രംപ് അറിയിച്ചിരുന്നു. ഹൂതി വിമതർക്കെല്ലാം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആക്രമണം ഹൂതികളുടെ ഭാഗത്തു നിന്ന് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ഉണ്ടായാൽ കർശന നടപടി എന്ന നിലപാടും ഇന്നലെ ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു. അക്ഷയ.